ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റാട്രേഡിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഒരു ഫോറക്സ് ബ്രോക്കറിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതിലെങ്ങനെ ഫണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ എന്നുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ പോയിട്ട് കാണുക. ഈ വീഡിയോയിൽ നമ്മൾ മെറ്റാട്രേഡറെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മെറ്റാട്രേഡർ 4, മെറ്റാട്രേഡർ 5 ഇങ്ങനെ 2 പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എന്തിനാണ് ഈ മെറ്റാട്രേഡർ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോക്കർ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ബ്രോക്കറിൽ അക്കൗണ്ട് വരുത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇന്റർഫേസും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മെറ്റാട്രേഡിലേക്ക് വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ബൈ ആൻഡ് സെൽ എക്സിക്യൂട്ട് ചെയ്യാനും നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് അതേപോലെ സ്റ്റോപ്പ് ലോസും കാര്യം ട്രേഡ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം മെറ്റാട്രേഡറിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് കൂടുതൽ ഫോറക്സ് ട്രേഡേഴ്സും മെറ്റാട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെന്റ് RBIയുടെ ഒരു ഗൈഡ് ലൈൻ പ്രകാരം മെറ്റാട്രേഡർ 4ഉം 5ഉം പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെ മെറ്റാട്രേഡർ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസിലേക്ക് പോവാം. ആൻഡ്രോയിഡ് ഫോണിൽ മെറ്റാട്രേഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോമിലേക്ക് വരിക, അവിടെ MT5 എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജ് മെറ്റാട്രേഡർ 5 എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ആയിട്ട് വരുന്ന പേജ് മെറ്റാട്രേഡർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഡൗൺലോഡിംഗ് പേജാണ്. ഇതിൽ മെറ്റാട്രേഡർ 5 APK എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റാട്രേഡർ 5 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡൗൺലോഡ് എനിവേ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡിലാണ് ആൻഡ്രോയിഡിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. iOSലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മെറ്റാട്രേഡർ 5 ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് സ്റ്റോറിലേക്ക് പോവുക, ഇവിടെ മെറ്റാട്രേഡർ 5 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മെറ്റാട്രേഡർ 5 വരും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഇൻസ്റ്റാൾ ആകുന്നവരെ. മെറ്റാട്രേഡർ ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ചെയ്യുക. അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ അലോ ചെയ്യാൻ ചോദിക്കേണ്ട അലോ കൊടുക്കാം. അതിനുശേഷം ഒരു ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഒരു ഡെമോ അക്കൗണ്ടും കൂടി മെറ്റാട്രേഡറിൽ ഓപ്പൺ ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾ ഏതാണോ ബ്രോക്കർ അക്കൗണ്ട് ഉള്ളത് ആ ബ്രോക്കർ അക്കൗണ്ട് എടുക്കുക. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് XNSന്റെ അക്കൗണ്ടാണ്. XNSലേക്ക് വന്നു. ഇവിടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഏറോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫണ്ട്സ് സെറ്റിംഗ് കാണിക്കും. സെറ്റിംഗിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ID അതേപോലെ സെർവർ പാസ്വേഡും കാര്യങ്ങളും അവിടെ ഷോ ആയിട്ട് കിട്ടും. ശേഷം മെറ്റാട്രേഡർ ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിലായിട്ട് സെറ്റിങ്ങിൻ്റെ എംബ്ലം ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു സെർച്ച് ബാർ കാണും. അവിടെ പോയിട്ട് നമ്മുടെ സെർവർ കോപ്പി ചെയ്യുക. പ്ലാറ്റ്ഫോമിലേക്ക് വന്ന സെർവറിൻ്റെ ഏരിയ പോയിട്ട് അവിടെ കോപ്പി ചെയ്യുക. ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് സെർച്ച് കൊടുത്താൽ നമ്മൾ ഏതാണോ സെർവർ ഉള്ളത് ആ സെർവർ അവൈലബിൾ ആയിട്ട് കിട്ടും. ആ സെർവർ അവിടെ കൊടുത്തതിന് ശേഷം അവിടെ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇതിന് നെക്സ്റ്റ് കൊടുക്കാനുള്ളത് നമുക്ക് ലോഗിൻ ID ആണ്. ലോഗിൻ ID കോപ്പി ചെയ്യുക, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പാസ്വേഡാണ്, ഞാൻ XNSന്റെ ഇതിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യില്ല, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു OTP വെരിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ പാസ്വേഡ് ഇവിടെ പാസ്വേഡിൻ്റെ ഏരിയയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സൈൻ ഇൻ കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയിട്ട് വരാൻ പറ്റും. ഇതിൽ ചാർട്ടിൽ പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർട്ടും കാര്യങ്ങളും കാണാൻ പറ്റും. ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കറൻസി പേഴ്സും കാര്യങ്ങളും കാണാൻ പറ്റും. മുകളിലായിട്ടൊരു സെർച്ച് ബാർ ഉണ്ട്, അവിടത്തേക്ക് വന്നിട്ട് നമുക്ക് കറൻസിയും കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ EURUSDന്റെ അവിടെ ക്ലിക്ക് ചെയ്യലാണെങ്കിൽ ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചാർട്ടും കാര്യങ്ങളും ഷോ ആയിട്ട് വരും. ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് M5 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യലാണെങ്കിൽ നമുക്ക് ടൈം ഫ്രെയിമും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചാർട്ടിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഏരോ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ലൈൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. സെൽ ലിമിറ്റ്, ബൈ ലിമിറ്റ് പ്ലേസ് ചെയ്യാനുള്ള ലൈൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് അതേപോലെ തന്നെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമ്മളെ ലെവൽസിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കിപ്പം ബൈ ഓർഡർ പ്ലേസ് ചെയ്തു, ഇപ്പോൾ ലിമിറ്റ് ഓർഡറിലാണ് ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം മോഡിഫൈ ആയി കഴിഞ്ഞ ശേഷം എക്സാമ്പിളായിട്ട് നമുക്ക് എൻട്രി കിട്ടിയതിന് ശേഷം നമുക്ക് ടാർഗറ്റും അതേപോലെ സ്റ്റോപ്പ് ലോസും നമുക്ക് ഇതേപോലെ തന്നെ ഡ്രാഗ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും.
അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് മെറ്റാട്രേഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട്. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ മുകളിൽ കാണുന്ന ഇപ്പോൾ ഏരിയ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത്, അതായത് എത്രയാണോ ലോട്ട് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡയറക്റ്റ് ആയിട്ട് ബൈയോ സെല്ലോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർഡർ പ്ലേസ് ആവുന്നതാണ് മാർക്കറ്റ് ഓർഡറിൽ. ഡൗൺ സൈഡിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഏരിയയിൽ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ്, അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ടൈമിങ്ങിന്റെ ചിഹ്നമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രീവിയസ് മന്ത്, അതേപോലെ വീക്ക്, ഡേയ്സ് അതെല്ലാം സോർട്ട് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് താഴെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ബ്രോക്കർ പിടിച്ചുള്ള കമ്മീഷൻസ്, അതേപോലെ നമ്മുടെ സ്വാപ്പ് ചാർജസ്, ബാലൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇങ്ങോട്ടേക്കുള്ള വീഡിയോസിൽ ലൈവ് ട്രേഡും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ ICT പഠിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫോറക്സിന്റെ കാര്യങ്ങളാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ടെക്നിക്കൽ അനാലിസിലേക്ക് പോകുന്ന സമയത്ത് ICTന്റെ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്